മീഡിയ വണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ആണെന്ന് നിങ്ങൾ അറിയുമോ? നിങ്ങൾക്ക് അറിയില്ല? അറിയില്ലോ? അറിയോ? അറിയോ? പ്രകോപനം കൊണ്ട വെറുതെ പറഞ്ഞാൽ മതി. സാധാരണ പ്രവർത്തനം മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേ വരെ കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSന്റെ BJPയുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല RSSന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുക. അദ്ദേഹത്തിന്റെ RSS ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. BJPയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. RSS ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും പറയുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അത് ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലുണ്ട് അതിൻ്റെല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാര് കേരളത്തിന്റെ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപാര് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അപ്പൊ യാതൊരു പ്രയാസമില്ലാതെ കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, പറഞ്ഞതുപോലൊന്നുമല്ല. അത് രാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയ അനുഭവമാണ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെന്നാണ്. രാമുവാന്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോ പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ പണിയൊന്നുമില്ലേ? അത് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങി പോവാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്തത്. ഒരൊറ്റ മാധ്യമം ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളാ മറ്റേ അഴിമാതിരി വർത്താൻ പറഞ്ഞത് എന്തായിരിക്കും സംഭവം? രാമുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തലുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര അർത്ഥങ്ങളും അതിശയങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിനോളം ഇങ്ങോളം. എന്തെങ്കിലും ഒരു അക്ഷരം നിങ്ങളാരും അറിയാതിരുന്നത്. ഇതൊരു ഭാവം. വേറൊരു ഭാവം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ, പേര് ഞാനിപ്പോ പറയുന്നില്ല, വളരെ പിന്നീട് പറയാം, ശരിക്ക് പേടി ന്യൂസാണ്. പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി, ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ, ചില സംവാദ രീതികൾ കോൺഗ്രസിന് വേണ്ടി, പ്രധാനമായിട്ട് കോൺഗ്രസിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിന്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം നിർമ്മിക്കുകയാണ്, ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഞാൻ പറയുന്നില്ല. ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. കേരളത്തിലൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കലക്ടറേറ്റിൽ ഒരു മാർച്ച് നടത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ അത് വളരെ ഗൗരവമുള്ള പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതാണ്ട് 2500ഓളം വോട്ട് അഡ്രസ് ഇല്ലാത്ത, പേരില്ലാത്ത, വീടില്ലാത്ത, യാതൊരു തരത്തിലുള്ള തിരിച്ചറിവും ഇല്ലാത്ത നിലയിൽ പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ 2500ഓളം വോട്ടോടെ ചേർത്തിട്ടുണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡന്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി
അതിന് സ്ഥാനാർത്ഥി അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരെ തന്നെയാണ് ചേർത്തത്. അതിൽ കുറെ കൂടി തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ബോർഡ് ചേർക്കുന്നതിന് കൂടി സൗകര്യം ചെയ്തു കൊടുത്തത് ഔദ്യോഗിക പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന PLOമാരാണ്. ഇന്നവിടെ മാർച്ച് നടത്തിയപ്പോ കളക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും മെമ്മോറാണ് കൊടുത്തു. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ ധാരണ. ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. 2, PLOമാര് തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 500 വോട്ട് ഇപ്പൊ തന്നെ അവരെ ഐഡന്റിഫൈ ചെയ്യും. ഞങ്ങൾ പറഞ്ഞ 2500 ആണെങ്കിൽ 500 ഇപ്പൊ തന്നെ ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച് PLOമാരുടെ പേരിൽ നടപടി സ്വീകരിക്കും. ഇതൊക്കെ ഇവിടെ വ്യക്തമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിന്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി കാർഡുണ്ടാക്കി അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ വോട്ടർ സൂക്ഷിച്ച് തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും എവിടെയാക്കുന്നില്ല. എവിടെയാണെന്ന് അറിയില്ല. ഒരു വീട്ടിലും അതിന് അവരെപ്പറ്റി അറിയില്ല. ഇപ്പോഴാണ് നിശ്ചയം മനസ്സിലായത്. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എണ്ണയിട്ട യന്ത്രം പോലെ UDF ചരിത്രത്തിൽ ആദ്യമായി തുടങ്ങുന്നില്ല. അവിടെ എല്ലാവരും ഒന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്. പോയിട്ടില്ല. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു വോട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു വോട്ടുണ്ട്. ഇവിടെ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പൊ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. അത് ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് PLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. ആ PLOമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കും എന്ന് കളക്ടർ ഇപ്പോഴും പറയുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് ചില പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് കോഴിക്കോട് ചേവായൂര് സാമാജിക അത്ര വലിയ ദേശീയ പ്രസ്ഥാനം ദേശീയ പാർട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പത്രത്തിൽ പത്രത്തിന്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ആ പേര് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നടന്നിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചില്ല. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് തന്നെ പറഞ്ഞു പോയി. നാളായി അദ്ദേഹം പറഞ്ഞത് 1 കോടി രൂപ DCC ഓഫീസിൽ എത്തിക്കണമെന്നാണ് അവിടെ നിയമനം നടത്തുന്നത്. ഒരിക്കല രാജ്യത്തിന് നിലപാട് സ്വീകരിച്ചു. 1 കോടി രൂപ DCC ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് അഡ്വക്കറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു യൂണിറ്റിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായി മത്സരിച്ചത്. 7 പേര്. ഞങ്ങളൊരു പറ്റി 4 പേര്. ഞങ്ങൾ 4 ആളെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോൾ ചെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് 8400ഓളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത 6000. പറയുന്നതിന് വേണ്ടി എന്തെങ്കിലും വ്യവസ്ഥ വേണം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് 6000 ആകെ വോട്ട്. ഇപ്രാവശ്യം പോളിംഗ് നടന്നത് 8400. 1300 വരെ വോട്ടിനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് അവിടെ വന്ന് അവിടെ തിരിച്ചയച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം എങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘത്തെ അയക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങൾ ആരും മുണ്ടിയിട്ടാണ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ആ വിവരം പുറത്തു. എല്ലാ ഭാഗത്തുനിന്നും ശൂലങ്ങൾ വരും. അതിനു മുമ്പിൽ ഞാനുണ്ടാവും. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിമതനായിട്ട് നിന്നാൽ അവർ വോട്ട് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട്
പച്ചയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ചിലര് മാത്രം ഇങ്ങനെ അല്ലറ ചില്ലറ കൊടുത്തു ഒഴിവാക്കി. അതിന്റെ തുടർച്ചയായിട്ട് ഉറപ്പല്ലേ സുധാകരനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘം ഉണ്ടാവുന്നുള്ളത്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘം, നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ, 8,000-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വോട്ട് ചെയ്യുന്നതിന്റെ പല ഭാഗത്തായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിൽ പ്രതിരോധിച്ചു, ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 1300-ഓളം വോട്ടിന് ഇവരെല്ലാം ജയിക്കുന്നവരാണ് ഇതിനകത്ത് പുതിയ പ്രസിഡന്റ് കൊണ്ടു. പുതിയ പ്രസിഡന്റ് ഞങ്ങളാരും ആയിരുന്നില്ല, പഴയ കോൺഗ്രസിന്റെ നേതാവാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനത്തിന്റെ സൂക്ഷിപ്പുകാരും നടത്തിപ്പുകാരുമായിട്ട് ചില ആളുകൾ ചമഞ്ഞും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മുഖപ്രസംഗം എടുക്കുമ്പോൾ ആ മുഖപ്രസംഗം എഴുതുന്നവർ മനസ്സിലാക്കണം, സുധാകരൻ നടത്തിയ പ്രസംഗം, അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ക്രിമിനൽ സംഘം, ആ സംഘത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളെടുത്ത നിലപാട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ കണ്ടിട്ട് തെറ്റായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മുഖപ്രസംഗമാണ് ഇന്ന് ഒരു പത്രം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശൂലം 4 ഭാഗത്തും വരും, ഞാനതിന്റെ മുമ്പിലുണ്ടാവും, ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല എന്നെല്ലാം പ്രസംഗിച്ച ഒരു നേതാവിന്റെ, സംസ്ഥാന പ്രസിഡന്റിന്റെ കീഴിൽ നടക്കുന്ന ഒരു ഇലക്ഷനിൽ നല്ല കരുതലോടുകൂടി തന്നെയാണ് ജനങ്ങളൊക്കെ ആ ഇലക്ഷനിൽ പങ്കെടുത്തത്. രാവിലെ തന്നെ അവരൊക്കെ വന്നു കൃത്യമായിട്ട് ചെയ്ത് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുധാകരന്റെ ഭീഷണിയൊന്നും അവിടെ വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള വാർത്ത. ഇനി നിയമയുദ്ധം നടന്നു, നിയമയുദ്ധം നടത്താൻ ആർക്കും കുഴപ്പമില്ല, നിയമയുദ്ധം നടത്തിക്കോട്ടെ. പക്ഷെ നേരിട്ടുള്ള ക്രിമിനൽ യുദ്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അത് നടത്താനാണ് സുധാകരൻ ശ്രമിച്ചത്. അതിന് ജനങ്ങൾ അഭിമുഖീകരിച്ചു. ഇത്തിരി കാര്യങ്ങളാണ് പറയാനുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുകൊണ്ട് ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കിയ ഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനമാണ്. പിണറായി പങ്കെടുത്ത 6 പരിപാടി നടന്നിട്ടുണ്ട് അവിടെ. ആ ഒരു മുനിസിപ്പാലിറ്റിയും അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള 3 പഞ്ചായത്തും അവിടെ. അതോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പരിപാടി, ജനകീയമായ രാഷ്ട്രീയമായ ഒരു പരിപാടി UDF-ഓ BJP-യോ നടത്തി. നല്ല ജനകീയ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീണ്ടും ആവർത്തിക്കുന്നത്, പാലക്കാട് ഇടതുകൊണ്ട് ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം ചരിത്ര വിജയം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പാലക്കാട് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും മുമ്പ് CPM ഇങ്ങനെ പരസ്യമായി പറഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPI-യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും ഉള്ളത് എന്ന് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അവസരമാണ് നടത്തിയിട്ട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ലീഗിനെ CPM ഇത്ര ആക്രമിക്കുന്ന രീതിയിലേക്ക് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ SDPI-യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ചേരുന്ന ഒരു വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വന്നത്. പിന്നെ അതിന് മുമ്പേ വിശദീകരിക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. അവര് പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപനം ഞങ്ങൾ നമ്മൾ തോന്നുന്നു. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലുള്ള കാര്യം പഴയകാലം പ്രശ്നമാവും. പഴയകാലം ഭൂതകാലത്തെ അവർക്ക് ഓർത്തുകൊള്ളുക മാത്രമേ വർത്തമാനമുള്ളൂ. ആ വർത്തമാനത്തിൽ നിന്ന് മാത്രമേ ഭാവിയുള്ളൂ. അതിന് ഞാൻ പ്രകോപനം കൊണ്ട വെറുതെ പറഞ്ഞാൽ മതി, സാധാരണ പറയാത്ത എനിക്ക് മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു മതരാഷ്ട്രം വേണം, ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നും ലോകത്തിന്റെ ഭാഗമായിട്ട് പരസ്യമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തികച്ചും വർഗീയമാണ്, തികച്ചും രാഷ്ട്രവാദമാണ്. BJP-കാരെന്താണോ ഹിന്ദു രാഷ്ട്രത്തിന്റെ പേര് പറയുന്നത്, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യമുണ്ട്. ഇന്നുമില്ല, ഇനി ഉണ്ടാവില്ല. നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതാണ് കാര്യം. അവര് ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കല സാധാരണ. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തിരിക്കേണ്ട. അതായത് ജമാഅത്തെ ഇസ്ലാമിനെ കുറെ കോൺഗ്രസ്സുകാരെ തീരുമാനിക്കും, കുറെ ലീഗുകാരെ തീരുമാനിക്കും, കുറെ മാർക്സിസ്റ്റുകാരെ തീരുമാനിക്കും. ഇവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കും.
ഈ നിലയായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നത്. ഇപ്പൊ തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ, ആ ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള എല്ലാം പരസ്യം. ആ പരസ്യമായ നിലപാട് ഞങ്ങൾ കഴിയും. ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും ഒരു മുഖത്തൊന്നും കാര്യമില്ല. ഞങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഈ മീഡിയ വണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ആണെന്ന് ആർക്കും അറിയുമോ? നിങ്ങൾക്കറിയില്ല? അറിയോ? എല്ലാവർക്കും അറിയാം. ഇപ്പൊ അറിയുള്ളൂ, നമുക്കറിയില്ല. പത്രക്കാർക്കെന്നെ അറിയില്ല. ഇപ്പൊ അറിയാം. അതുപോലെ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിന്റേതാണെന്ന് കാര്യങ്ങൾ അറിയോ? അപ്പൊ അറിയാതെ കണ്ടത് ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ കൊണ്ടിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിന്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിലൂടെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷത്തിനെതിരാണ്. ഒരു ഭാഗത്ത് RSSന്റെ കൗണ്ടർ പാർട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർക്കും. അപ്പൊ തിരിച്ചറിയാതെ അത്രത്തോളം പുറത്തു വരാതെ ഘട്ടത്തിൽ കണ്ട ഒരു കാര്യം വെച്ചിട്ട് അത് അന്ന് നേടാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇനി നേടാൻ പറ്റുന്ന വിചാരിക്കണം. സത്യം ഇപ്പോഴും ലീഗ് അതിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ ഞങ്ങളുടെ വിമർശനം അതിന്റെ തടവറയിലാണ്, അതിന്റെ ആശയ തടവറയിലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, വെറും തടവറയല്ല, ആശയ തടവറയിലാണെന്ന് പറഞ്ഞത് ഈ വർഗീയത കൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ ലീഗ് അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ആയിരുന്നില്ല. പലപ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ നമ്മൾ ശക്തിയായ രീതിയിൽ ഈ ഭരണവികാരത്തിനെതിരായിട്ട് നമ്മുടെ BJPയുടെ ഒപ്പം അതിശക്തിയായിട്ട് എതിർത്ത് നിൽക്കുന്ന വിഭാഗത്തിന്റെ ഒപ്പം നിന്നല്ലോ ലീഗ് ഉൾപ്പെടെ. പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചത്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസ് നിന്ന് ഭിന്നമായ നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടതാണ്. ഒരു മതരാഷ്ട്രം വരാൻ പാടില്ല എന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മതരാഷ്ട്രം ഗോഡനുമായി ദൂരമായി ചേർന്നതാണ് പ്രശ്നം. അതാ കാര്യം. രണ്ടിനും വേണ്ട വ്യത്യാസം മനസ്സിലായില്ലേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ E.P. ജയരാജൻ ലീഗിനെ LDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. LDF-ലേക്ക് ഒരാളും ക്ഷണിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളെ കോൺഗ്രസ് വിരുദ്ധവും BJP വിരുദ്ധവുമായ നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഇനിയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ വന്നാൽ വരട്ടെ. ഇപ്പോഴും നേരെ മറക്കാനുള്ളത് വർഗീയതയോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതും രാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾ ശക്തിയായിട്ട് തീർച്ചയായി അതിർത്ത രീതി തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ശക്തിയായിട്ട് ഈ പറഞ്ഞു അടുത്ത വേറെ ചോദിക്കാണ്. ഞാൻ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ന്യൂസൊക്കെ പറഞ്ഞില്ലേ, ഇന്നൊരു കാര്യം ഒരു ഇതില്ലാതെ വിഷം നിങ്ങളാണ് അതിന്റെ ആദ്യത്തെ ആള്. നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ പറയാനില്ല കേട്ടോ. എല്ലാം പീഡ നിങ്ങളെ വേറെയായിരിക്കും. ഈ മാധ്യമങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്തെങ്കിലും തെളിവെന്താ കാണുന്നതിന്റെ തെളിവ്? വേറെ എന്ത് തെളിവ്? നിങ്ങളിപ്പോഴ് രാഷ്ട്രീയമായി ഏകപക്ഷീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDF-ന് വേണ്ടി നിങ്ങളെ തന്നെ പാനൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതല്ലേ തെളിവ്. അപ്പുറം തെളിവെന്താ വേണ്ടേ? തെളിവ് അന്വേഷിച്ച് നടക്കുക. ഇതല്ലേ തെളിവ്? നിങ്ങളേത് നോക്കണം? കണ്ണൂർ തെളിവ് ചെയ്യാൻ പറ്റാതെ ഇന്നത്തേലും വൈകുന്നേരത്തേലും കണ്ടാൽ മതി. എനിക്ക് ഇന്നും കൂടി കണ്ടോ? അപ്പൊ ജയിക്കുന്നത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അല്ല, മാഷ് പറഞ്ഞല്ലോ പണം കൊടുത്തതിന് തെളിവുണ്ട്. പണം കൊടുത്തതിന് തെളിവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പെയ്ഡ് ന്യൂസ് പോലെ, അതായത് പണം വാങ്ങി വാർത്ത സൃഷ്ടിക്കുന്നത് പോലെ, അതാണല്ലോ സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞത്. അങ്ങനെയുള്ള അതേ സാമ്പിൾ നിലപാട് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നത് പണം കൊടുത്തോ ഇല്ലെന്നോ നോക്കി മാത്രമല്ല, കീടാകുമ്പോൾ എന്തും വാങ്ങാം, എന്ത് രീതി എന്ത് സ്വീകരിക്കാം, അതായും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ പത്രത്തിന്റെ പേര് പറയാതിരുന്നല്ല, പത്രത്തിന്റെയും മറ്റേ ചാനലിന്റെയും പേര് ഞാൻ ബോധപൂർവ്വം പറയാതിരിക്കുന്നതാണ്. ഇദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധപ്പെടുത്തും. നോക്കാം കേട്ടാ. അത് പെടുത്തേണ്ട കാര്യം തന്നെയാണ് കേട്ടത്. നിങ്ങളെ അത് ഞാൻ ഓർക്കുന്നില്ല. അതൊന്നും ചോദിക്കാതെ
മുപ്പത്തയ്യായിരം വോട്ട് ഉണ്ട് എന്നാണ് അല്ല 6000 കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇപ്പൊ പിന്നെ 8000 വിട്ടു ചെയ്തല്ലോ. എന്താ കുഴപ്പം? ഈ സൊസൈറ്റിന്റെ എല്ലാം നമ്പർ എന്ന് പറയുന്നത് ഓരോ സൊസൈറ്റിക്കും അതിന്റെ ഉത്ഭവകാലം മുതലുള്ള മെമ്പർമാരായിരിക്കും. അതിൽ കുറേ എണ്ണം യഥാർത്ഥത്തിൽ മുമ്പേ പോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മെമ്പർഷിപ്പിന്റെ എല്ലാം ഈ ആകെ പറഞ്ഞൊരു പകുതി കൂടി ഉണ്ടാവില്ല. പിന്നെ സൊസൈറ്റിയിലാവുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ താല്പര്യത്തിന്റെ വോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 6000 പോയത്. ഇപ്രാവശ്യം അത് കുറച്ചും കൂടി സജീവമായതുകൊണ്ട് സുഖാരെന്ന് പറഞ്ഞല്ലോ കുട്ടികളിൽ അതെല്ലാം വന്നപ്പോ 8400 എത്രയുള്ളൂ. അതെ അതൊക്കെ ഉറപ്പല്ലേ. ഈ കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണല്ലോ. പാടില്ലെന്ന് മാത്രമല്ല അതിലെ ക്രിമിനൽ സംഘം കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു. ക്രിമിനൽ സംഘം കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ നടന്നതല്ല. കൊട്ടയം സംഘമാണ് അവിടെ കൊണ്ടുവന്നത്. അതിനെയാണ് ജനങ്ങൾ കൃത്യമായിട്ട് പ്രതിരോധിച്ചത്. ചെയർമാൻ മഹബൂബിന് അവിടെ വോട്ടില്ല. എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവനായി ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കേണ്ടവരായിരുന്നു. ഇവരെല്ലാം എന്തിനാ പോയത്? അത് ബൂതില്ലാതെ ഏതാണ്ട് പോയതല്ലോ. കാരണം ഇത് നിങ്ങളെ കൊല്ലും, നിങ്ങളെ ശൂലം എന്റെ ഭാഗത്തും വരികയാണ്, ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ധൈര്യം പോകണ്ടേ. പക്ഷേ ഇപ്പൊ ഈ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞല്ലോ, AK ബാലൻ സഖാവായി സന്ദീപ് വാര്യർ BJP RS വരും. AK ബാലനാണല്ലോ ആദ്യം അങ്ങനെ പറഞ്ഞത്. AK ബാലൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യരായാലും ആരായാലും നിലപാടുണ്ട്. ഇപ്പോ അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് വർഗീയത കരുവിലാണ്, RSSന്റെ നിലപാടാണ്. അതേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കുന്ന നിലപാടാണ്. ആ നിലപാട് വെച്ചുകൊണ്ട് ഒരു സന്ദീപ് വാര്യർക്കും CPM ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. CPM വരതല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയവും ഈ വർഗീയ വിരുദ്ധ സമീപനവും എല്ലാം ചേർന്ന് നയം പ്രഖ്യാപിച്ചാൽ മാത്രമേ തന്നെ പോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായി ഞാൻ തന്നെ പറഞ്ഞതാണ്. പാലക്കാട് വോട്ടർ പട്ടികയിലെ വലിയ ക്രമക്കേട്, ഗുരുതരമായ ക്രമക്കേടാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടെടുപ്പിന് 2 ദിവസം കൂടി മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വോട്ടുകൾ നീക്കം ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ കടക്കാൻ വേണ്ടി കഴിയും? പരമാവധി നീക്കം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു 500 ഇപ്പൊ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി 2000 അത് നീക്കം ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവികമായി കള്ളവോട്ടിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല. അതേ ഒരുക്കാണ് കോൺഗ്രസും BJP കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഈ ഒരു ഗൗരവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ബോധിപ്പിക്കാനുള്ള ബാധ്യത ഇവിടെ പറഞ്ഞ പോലെ ഏത് ഗൗരവവും ഞങ്ങൾ ബോധിപ്പിച്ചോളാം. ചോദ്യത്തിന്റെ സ്പിരിറ്റതല്ലേ. അതായത് ഈ 2500 വരുന്ന കള്ളവോട്ട്, അതാണ് ഈ BLOമാര് ഉത്തരവാദികളാണ്. കോടതിയിലേക്ക് പോവാണോ നോക്കട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ പറഞ്ഞു. കളക്ടർക്ക് നേരത്തെ തന്നെ മെമ്മോറണ്ടം കൊടുത്തു. LDF ആ രീതിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇപ്പം ഒരു ദിവസമല്ല, മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായ അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ആ KP ഇപ്പോൾ തുടരുകയാണ്. ഇന്നും അതുകൊണ്ട് തന്നെയാണ് LDFന്റെ മാർച്ച് നടത്തി, കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് നടത്തി കളക്ടർ കണ്ടു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവർക്കും ബോധ്യമുണ്ട്. അവർക്കിപ്പോ അവരെ ഒരു ചെയ്യുന്ന അവർ പറഞ്ഞു ഒരു വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും കൂടുതൽ RSSനെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ട് ആരാണോ പ്രതികരിക്കുന്നത് അവരെയാണ് RSSന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് രീതി. അതാണ് പിണറായിക്ക് എതിരായിട്ടുള്ള കാര്യം. പിണറായിയാണ് ഏറ്റവും ശക്തിയായിട്ട് RSSനെതിരായിട്ട് ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ പിണറായിയാണ് നമ്പർ 1 ശത്രു. ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ലീവുണ്ട്, അതുപോലെ തന്നെ RSS ഉണ്ട്, BJP ഉണ്ട്, ഇവരെല്ലാം കോൺഗ്രസ്. പക്ഷേ ഈ വോട്ട് ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ തടയുമെന്ന് പറയുന്നത്, പക്ഷെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോ പ്രതികരണമായി വരുന്നത് വോട്ടർമാരെ ഉദ്യോഗസ്ഥർ തടഞ്ഞാൽ അത് നേരിടുമെന്നാണ് പ്രതിപക്ഷ. അതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല കാര്യം. പണ്ടാരോ പറഞ്ഞതുപോലെയാണ് സംഭവം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായില്ലേ? ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വ്യക്തം. അതുകൊണ്ട് ഇപ്പൊ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ BJP പറയും. അപ്പൊ രണ്ടാളും വ്യക്തമായി ആരാ ഉത്തരവാദികൾ. അല്ല, ഈ ഒരു ഗൗരവമായ സ്വഭാവം സ്വാഭാവിക തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഉൾപ്പെടെ ബാധിക്കും. അപ്പോ അത് കോടതിയിലായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കേണ്ട മാഷേ. നിങ്ങളോട് മലയാളത്തിലേക്ക് ഞാൻ സംസാരിക്കുന്നു. അത് ബോധിപ്പിക്കാതെ ബോധിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം റിപ്പോർട്ടറല്ലേ? അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം
പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ. തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ 500 വോട്ട് മാത്രമേ അതിനകത്ത് നീക്കം ചെയ്തിട്ടുള്ളൂ. ബാക്കി 2000 വോട്ട് അതിൽ കിടക്കുകയാണ്. അത് അധികം എന്താ ഒരു പക്ഷേ 1000 വ്യത്യാസം. അത് 2000 എന്ന് പറയുമ്പോൾ 4000 4000 അതെന്നെ കളിക്കുന്നു നോക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നീക്കം ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കേട്ടു നോക്കട്ടെ. വെപ്രാട് വേണ്ട. ഓക്കെ. ഈ വെപ്രാട് കാണുന്നില്ലല്ലോ അവിടെ റിപ്പോർട്ടിൽ ഇവിടെ കാണിക്കുന്നത്. ഒരാളെ BJP രാഷ്ട്രീയത്തിൽ വിടുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ല വേണ്ടത് എന്നാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ കോൺഗ്രസ് ചോദിച്ചത്. ഇന്ത്യ മുന്നണിയിലേക്ക് വരികയില്ല. മഹാത്മാഗാന്ധിയെ ഒരു ചെറിയ പിടി വെച്ച് പോകുന്നു പറഞ്ഞത് അതുകൊണ്ട് ചേർക്കണ്ടേ? അത് തെറ്റിദ്ധരിച്ചല്ലേ? തെറ്റിദ്ധരി പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇതേവരെ പറഞ്ഞോ? സന്ദീപ് വാര്യർ പറഞ്ഞോ തെറ്റിദ്ധരിക്കാൻ പോവാന്ന്? ഞാൻ എന്താ പറയുക, സമാധാനത്തിക്കോ എന്താ പറയുക, ഇതൊരു പ്രയോഗം സ്നേഹത്തില്ല. സ്നേഹം RS പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് RS പറ്റുന്ന പ്രയോഗമാണ് സ്നേഹം കേട്ടോ. RS സന്ദീപ് വാര്യർ ഇവരെ മാറിയിട്ടില്ല. CPM-നും BJP-ക്കും ഒരേ ശബ്ദമെന്നാണ് VD സതീശൻ പറയുന്നത്. സ്വാഗതം ചെയ്തിട്ടുണ്ട് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പറഞ്ഞതിനെ കെ സുരേന്ദ്രൻ സ്വാഗതം ചെയ്യുകയാണ്. അത് ഞങ്ങൾ പറയുന്നത് ആരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നോക്കാനില്ല. ഇവിടെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയ പ്രശ്നമാണ്. ആ പ്രശ്നം ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു. ആ പ്രശ്നത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്, ഇപ്പോൾ നിൽക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും നിൽക്കുകയാണ്. ഇലക്ഷന് വേണ്ടി പറയുന്ന ഒരു പ്രചാരണം നമ്മൾ വിചാരിക്കണ്ട. ഇലക്ഷന്റെ മുമ്പ് വരെ ഇലക്ഷൻ കഴിഞ്ഞാൽ തുടങ്ങി ആ നിലപാടിന് അവരെപ്പോഴാണോ നിലപാട് മാറ്റുന്നത് അതുവരെ ആ നിലപാട് തുടങ്ങി. ഈ നേതാവിനെ സ്വാഗതം ചെയ്ത CPM ഓക്കേവാസിനെ പോലെ നിരവധി നേതാക്കന്മാരും ഡോക്ടർമാരും BJP-യിൽ പോകുന്നുണ്ട്. അവരെല്ലാം BJP-യുടെ രാഷ്ട്രീയ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്, അവരുടെ സമീപനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, കൃത്യമായ ഇടതുകൊണ്ട രാഷ്ട്രീയത്തിന്റെ ഭാഗവാക്കുകളായി മാറിയതുകൊണ്ടാണ് അങ്ങനെ അവർ വരാൻ സാധിക്കുന്നത്. അങ്ങനെ വരാം ഇതേവരെ കണ്ടില്ലല്ലോ സന്ദീപ് വാര്യർ കണ്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇപ്പോ BJP എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കോൺഗ്രസ് CPM അല്ല BJP ബന്ധം CJP എന്നാണ് അധികം പറയുന്നത്. CJP അതായത് CPIM BJP പേടി ന്യൂസിന്റെ ഭാഗമായിട്ട് പ്രകടനം ചെയ്തല്ലോ. അല്ല അതാണ് ഞാൻ പറയുന്നത്. അത്രയും പറഞ്ഞു മനസ്സിലാക്കും. ഈ പറയുന്നതെല്ലാം പേടി ന്യൂസിന്റെ ഭാഗമായിട്ട് വിശദീകരണം കേട്ടാ. നിങ്ങളെ ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്, കുറച്ച് പണം തോന്നി പൈസ കൊടുത്തിരിക്കുക. നീ ആളോട് ഇങ്ങനെ ചോദിക്കുന്നോട് മറ്റേ ആളോട് ഇങ്ങനെ ചോദിക്കുന്നല്ലേ? മാനേജ്മെന്റുകൾക്കാണ് കൊടുക്കുന്നത്. മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം, പുറത്താൻ പറഞ്ഞത് അവിടെയാണ് ഹോൾസെയിൽ ഏജന്റ്. അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങൾ നിങ്ങൾ നമ്മുടെ ശത്രുക്കളല്ലാന്ന് നമ്മളെ എപ്പോ എല്ലാ കാലത്തും കൂടെ പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് എന്നോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പലതും വിടുവോ? തുടങ്ങിയപ്പോ മുതൽ ലൈവ് മാറി വരത്തും മൊത്തമായി ലൈവ് കൊടുക്കുമ്പോഴേ ഇതും പറയായിരിക്കും. ഇല്ലില്ല, ഞാനേ സംസാരിക്കുന്നത്. നേരെ നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരൻ പറയുന്നതല്ല, അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ഞാൻ പെയ്ഡ് ന്യൂസാന്ന് പറയാൻ അർത്ഥം മനസ്സിലായില്ലേ? അതായത് ചാനൽ തന്നെ പെയ്ഡായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഇന്ന സ്ഥിതിയാണ് ഉള്ളത്, ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യുന്നത്, ഇന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. അത് VD സതീശൻ പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ വക്താക്കളായിട്ട് വരുന്ന ഓരോരുത്തരെയും ഇടതുപക്ഷത്തിനെതിരായും UDF-ന് അനുകൂലമായും കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അതാ കാര്യം. അതാണ് പെയ്ഡ് ന്യൂസാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ചർച്ചയ്ക്ക് വിളിക്കുന്ന ആൾക്കാരാണോ? അല്ല, ചർച്ച പിടിക്കുന്ന ആൾ നിങ്ങൾ തന്നെ. ആങ്കർമാര്. അയങ്ങർമാരനെ അപ്പുറം ഇപ്പോഴും മാറി നിൽക്കും. എന്നിട്ട് ഓരോരുത്തരോടൊത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇന്നേ വരെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രവർത്തനം കോൺഗ്രസ് നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ചില കൈ പറഞ്ഞത്. ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം മങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ മങ്ങിയിട്ടുമില്ല, അവരൊട്ട് എണ്ണയൊട്ട് ആദരവായിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. താഴെ വരെ പോയിട്ടുള്ള മുഴുവൻ കമ്പനികൾ 3 വർഷത്തോളം മീഡിയ ആളാണ് ഞാൻ. ഈ ചേലക്കര ഉറപ്പാണോ? സംശയം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നു. എനിക്ക് സംശയിക്കാതെ ഞാൻ പറഞ്ഞു. ഞാനെന്ത് സംശയിക്കണം? ആ ഇലക്ഷന്റെ ആദ്യം മുതൽ അവസാനം ഉണ്ടായ ഒരാളെ ഞാൻ ഒരു സംശയം. മറിച്ചൊരു വിധി ഉണ്ടായാൽ എന്തായിരിക്കും? അത് ഞാൻ സാധാരണ ഒരു ഭാഗം വെറുതെ പറഞ്ഞിട്ട് അതും പറയാം.
ഇല്ലാതെ കാര്യമില്ല. ഒരു ജോലി ചോദിച്ചില്ല. ഞാൻ ഇല്ലാതെ ഉത്തരം പറഞ്ഞു. അല്ല പക്ഷെ അതൊരു ഭരണത്തിനെതിരായ അതൊരു ഭരണത്തിനെതിരായ എന്ത് വന്നാലും ഭരണത്തിനെതിരാവുമല്ലോ. ഞങ്ങൾ 99 സീറ്റിലിപ്പോ എവിടെ ഭരണത്തിനെതിരാകാനാണ്? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിൽ ഉൾപ്പെടെ വിധേയമായില്ലേ? ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ നിർണായക സ്വാധീനം വഹിക്കുന്ന ഒന്നായിരിക്കും ഈ ഒരു 2 അസംബ്ലി നിയമമണ്ഡലത്തിലെയും പാർലമെന്റ് നിയമമണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് വിധി. കേട്ടോ, ഒരു സംശയം വേണ്ട. വരാൻ പോകുന്ന മൂന്നാം ഗവൺമെന്റ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ ബാധിക്കും. സംശയം എന്താ? ആയിരം നിങ്ങളെ ഈ പ്രചരണം കൊണ്ട് രാജ്യം മുഴുവൻ മാറുന്ന അത് നമുക്ക് കാണാം. ഈ ഇലക്ഷൻ കാണാം എങ്ങനെയാ മാറിയത്. തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് തയ്യാറെടുപ്പിലാണ്. നിങ്ങളെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ രണ്ടാമത്തെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മാധ്യമം കഴിഞ്ഞ പ്രാവശ്യം 8 സെൻട്രൽ ഏജൻസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വർണ്ണക്കടത്തും ആത്തും വാർത്ത നിങ്ങൾ മുഴുവൻ നിറച്ച് പേര് ന്യൂസ് പോലെ എല്ലാം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇടതുപക്ഷ രണ്ടാമത്തെ വരുന്നു? ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞോ? അത് ദേശാഭിമാനിയോ മറ്റേ പേരിലെയോ കൂടുതലാണ്. ആരൊക്കെ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇപ്പൊ പറയില്ല. പക്ഷേ ഞാനില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രണ്ടാണ്, മൂന്ന് പേറ്റാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പോരെ, അസംബ്ലി തെരഞ്ഞെടുപ്പ് പോരെ, 3 പേറ്റാണ് വോട്ട് ഇവിടെ കേരളത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 123 സീറ്റിൽ ജയിച്ചതാ. കേട്ടോ, ഞാൻ പറഞ്ഞാ കഴിഞ്ഞ പ്രാവശ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല, അതിന് മുമ്പ് UDF അവരുടെ ഭൂരിപക്ഷം അസംബ്ലിയിൽ 123 മണ്ഡലം. ഇതിലാ 99 സീറ്റ് ജയിച്ചത്. ഇപ്രാവശ്യം 111 ഉള്ളൂ. കേട്ടോ, അത്രയില്ല, 121 ഇല്ല. സാഹചര്യം നല്ലപോലെ മാറിയിട്ടുണ്ട്. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ചിന്തിയൊന്നും കാര്യമില്ല. ഏജാധികാരന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. കിടിലമായി കിടില. കേട്ടോ, ഭരണത്തിനെതിരായ ഒരു വികാരം ഒരു സ്ഥലത്തുള്ള സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതല്ലേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിങ്ങൾ എന്താ വിചാരിച്ചത്? CPM സമ്മേളനത്തിൽ ഇമാതിരി ഒരു കാര്യം ചർച്ച ചെയ്യാനാണോ വിചാരിച്ചത്? ഞങ്ങൾ കരട്ടിന് വേണ്ടി നല്ലതുപോലെ ചർച്ച ചെയ്യും. പാർട്ടി സമ്മേളനം മുഴുവൻ ചർച്ച ചെയ്യും. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്ത് വാർത്ത കൊടുക്കുന്നത് ഞാൻ നോക്കാറില്ല. ഞങ്ങൾ അടിമുടി 3 കൊല്ലക്കാലത്ത് സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഗവൺമെന്റിന്റെ പ്രവർത്തനം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അടിമുടി ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPIM. അത് പാർട്ടി സമ്മേളനത്തിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. ഇനിയിപ്പോ ഏരിയ സമ്മേളനം തുടങ്ങി, ഏരിയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനം തുടങ്ങി, ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം തുടങ്ങി, സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ചർച്ച എന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ നോക്കട്ടെ കേട്ടോ. അത് പാർട്ടിക്കെതിരായിട്ട് വരുന്ന ഞങ്ങൾ ക്രിയാത്മകമായ ശരിയായ ഒരു നിലപാടാണ്. പാലക്കാട് അവസാന നിമിഷം ഒരു തീരുമാനം സംഭവിക്കുന്നു. അതായത് പാലക്കാട് കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ഒരാൾ CPMലേക്ക് അല്ലല്ല ഇനി ഒരുപാട് മാറ്റം, ഒരിക്കലും പ്രകടമായ മാറ്റമല്ലേ. 9 10 നേതാക്കന്മാര് ഇപ്പൊ തന്നെ ഞങ്ങളോട് വന്നിട്ടുണ്ട്. അതൊക്കെ പ്രകടമായ മാറ്റമാണ്. പ്രകടമല്ലാത്ത നിരവധി മാറ്റങ്ങളുണ്ട്. അത് കോൺഗ്രസിനുണ്ട്, BJPന്നുണ്ട്. ആ മാറ്റങ്ങളെല്ലാം കൂടി ചേരുമ്പോഴല്ലേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ജയിക്കുന്നു. വെറുതെ പറയുന്നതാണോ? CPMലേക്ക് വരുന്നവരെല്ലാവരെയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. ഇല്ല, ആര് വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞത് ഗ്യാരണ്ടി അവർക്ക് പതാണ്. അവരുടെ നിലപാട് മാറണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും.